ഇനി നമുക്ക് ഏത്തപ്പഴവും ഗോതമ്പ് പൊടിയും കൊണ്ട് അടിപൊളി സ്വീറ്റ് തയ്യാറാക്കാം. മീഡിയം സൈസിലുള്ള 2 ഏത്തപ്പഴം പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് നമ്മൾ മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരഞ്ഞിട്ടില്ല. ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് അരയ്ക്കാം. മീഡിയം സൈസിലൊരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് അത് ചിരകി മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് അരച്ചിട്ട് അതിൻ്റെ 1-ാം പാലും നമ്മൾ തയ്യാറാക്കി വീണ്ടും നമ്മളൊരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് 2-ാം പാലും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2-ാം പാലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് മാവ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്ന് കുഴയ്ക്കാം. ഇനി ഇതിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസൈൻ കിട്ടും. എല്ലാം നമ്മൾ ഇതേ രീതിയിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി തട്ടി വെച്ചിട്ട് 10 മിനിറ്റ് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു ബൗളിലോട്ട് 3 സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങയുടെ 2-ാം പാലും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. സ്റ്റൗ വെച്ചിട്ടൊരു പാൻസിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കണം. 1/4 കപ്പ് ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അരിച്ചെടുത്തതാണിത്. ഇനി നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നോക്കിക്കുക, ശർക്കര പാനിയൊക്കെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതൊരു 3 മിനിറ്റോളം ശർക്കര പാനിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് വേവിച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ബാക്കിയിരിക്കുന്ന 2-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് 2 മിനിറ്റോളം ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാം. തേങ്ങയുടെ 1-ാം പാലിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ച് കൊടുത്ത് 2 മിനിറ്റോളം നമ്മൾ തിളപ്പിച്ചെടുത്തു. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പിൻ്റെ മിക്സാണ് കേട്ടോ. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് ഗോതമ്പ് പൊടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതൊഴിച്ച് കൊടുത്ത് ഇളക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് തിക്കാകും കേട്ടോ. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതെ നല്ലതായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ അത് നോക്കി നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഏലക്കാപ്പൊടിയും ജീരകവും ചേർത്ത് തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്തെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.